എൻ്റെ പേര് ജെസി പീറ്റർ. വീട് കൊച്ചിയിൽ കുമ്പളങ്ങി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. 2001 മെയ് 27 മോദി കേരളി ഞാൻ ജോയിൻ ചെയ്തു. വിദ്യാഭ്യാസമൊന്നുമില്ല, 5 വരെ പഠിച്ചിട്ടുണ്ട്. അരിപ്പൊടിയും മുളകുപൊടിയും വിറ്റ് നടക്കുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഞാൻ മോദി കേരളത്തിലെത്തുന്നത്. 4.5 ലക്ഷം രൂപ കടം വന്ന് മാനസികമായിട്ട് തകർന്നു നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ കുടുംബശ്രീ എന്ന് പറയുന്ന ഒരു സംഘടനയിൽ മോദി കേരള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ആ മീറ്റിംഗില് ഞാൻ വണ്ടർ ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്ട്സ് ആണ് ആദ്യമായിട്ട് മേടിച്ചത്. അത് 15 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് 15 കുപ്പിയിലാക്കി ഓരോ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞപ്പോൾ 40 രൂപക്ക് മേടിച്ചത് 450 രൂപയായിട്ട് എനിക്ക് തിരിച്ചു കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നു. ഞാൻ അടുത്തത് മേടിക്കാൻ ചെന്നപ്പോഴാണ് അവര് മെമ്പർഷിപ്പ് എടുക്കുന്ന കാര്യം പറയുന്നത്. 2000 രൂപ കൊടുത്ത് വേണം അന്ന് മെമ്പർഷിപ്പ് എടുക്കാൻ. എൻ്റെ ഈ കാശില്ലായിരുന്നു. പക്ഷേ കുടുംബശ്രീയിലെ പ്രസിഡന്റ് എനിക്ക് കടം തരികയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ പ്രോഡക്ട്സ് മേടിക്കാൻ തുടങ്ങിയതും ചെയ്യാൻ തുടങ്ങിയതും. 6 മാസം ഞാൻ പ്രോഡക്ട്സ് മാത്രം വിറ്റ് നടന്നു. അതുകൊണ്ട് എൻ്റെ കടം മേടിച്ചതിന് പലിശ കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. അങ്ങനെ നിൽക്കുമ്പോൾ 6ാമത്തെ മാസമാണ് ഞാൻ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണത്. എറണാകുളത്ത് വന്ന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ അഡ്വക്കേറ്റ് ആൻഡ്രൂ സാറാണ് പ്രോഗ്രാം ചെയ്യണേ. സാറ് പറയുകയുണ്ടായി, ഏത് ജോലി ചെയ്തിരുന്നാലും നിർത്തിക്കഴിഞ്ഞാൽ വരുമാനം നിൽക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് മോദിക്കർ ചെയ്യണവന് ഒരിക്കലും വരുമാനം നിൽക്കത്തില്ല. ഇത് കേട്ടപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാറിനെ ഞാൻ വ്യക്തിപരമായിട്ട് കണ്ടു. സാറ് പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പ്രോഗ്രാമിനൊന്നും വരാഞ്ഞത്? ഞാൻ പറഞ്ഞു, എനിക്ക് എഴുതാനും വായിക്കാനും അറിയാത്തത് കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ അറിയാൻ പാടില്ല, വായിക്കാനും അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ വരാഞ്ഞത്. അപ്പോൾ സാർ പറഞ്ഞ്, ഒരിക്കലും ഇവിടെ എഴുത്തും വായനയൊന്നുമില്ല, ചെയ്യാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടായാൽ മതി. ഞാൻ പറഞ്ഞു, സാർ പറഞ്ഞ ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ല. മറ്റുള്ള ഏത് ജോലി ചെയ്തിരുന്നാലും നിർത്തിക്കഴിഞ്ഞ വരുമാനം നിൽക്കും, പക്ഷെ മോദിക്കർ ചെയ്യണവന് ഒരിക്കലും വരുമാനം നിൽക്കത്തില്ല. അതെന്താണ്? സാർ പറഞ്ഞു, ഇത് ടീം വർക്കാണ്. നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു അത്രത്തോളം ആൾക്കാര് അലക്കുകയും കുളിക്കുകയും പല്ല് തേക്കുന്നിടത്തോളം കാലം ഈ ബിസിനസ്സിന് ഒരിക്കലും നിൽക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം ആൾക്കാരെ ജോയിൻ ചെയ്യിപ്പിക്കുക. ഞാൻ വീട്ടിലേക്ക് ചെന്നു. 100 കസ്റ്റമർ എനിക്കുണ്ടായിരുന്നു അരിപ്പൊടി മുളക് വിൽക്കണേണ്ട. ആ ആൾക്കാരെ എല്ലാവരെയും മോദി കയറി ഞാൻ പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ തയ്യാറായപ്പോൾ അതിലൊരു 40 പേരോളം എൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അതിലൂടെ എൻ്റെ ബിസിനസ് വളരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ചെറിയ ചെറിയ കടങ്ങളൊക്കെ തീർക്കാൻ തുടങ്ങി. അത് തീർത്തു കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ സ്വപ്നങ്ങൾ വളരാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതുകൊണ്ട് എനിക്ക് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ, എനിക്ക് ഏതായാലും പഠിത്തമില്ല, ഞാൻ എൻ്റെ 2 മക്കളെയും പഠിപ്പിക്കാൻ തുടങ്ങി. അതിലൂടെ എൻ്റെ കടം കംപ്ലീറ്റ് തീർക്കാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കൊരു പണി തീരാത്ത വീടായിരുന്നു, ആ വീട് എനിക്ക് പണി തീർക്കാൻ സാധിച്ചു. അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഒരു കാറ്. ആ കാർ എനിക്ക് കിട്ടുമ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരു വഴി പോലും ഇല്ലാത്തത് എനിക്ക് ആദ്യം വേണ്ട സ്ഥലമാണെന്ന് കരുതി ഞാൻ 3 സ്ഥലത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ വീടിൻ്റെ പണി കംപ്ലീറ്റ് പൂർത്തിയാക്കുക. അത് പൂർത്തിയായതിനോട് കൂടി പിന്നെ എനിക്ക് പുറകെ ടൂറുകൾ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പാസ്പോർട്ട് എടുക്കണം. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത എനിക്ക് പാസ്പോർട്ട് എടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. 2010 ഞാൻ സ്റ്റാർ ക്രൂസിൽ പോയി. 2011 ഒരു ചൈനയായിരുന്നു, പോയില്ല, 1 ലക്ഷം രൂപ എനിക്ക് കിട്ടി. 2012 എനിക്ക് മലേഷ്യയായിരുന്നു, പോയില്ല, 1 ലക്ഷം രൂപ എനിക്ക് ക്യാഷ് അവാർഡായിട്ട് കിട്ടി. 2013 ഞാൻ മലേഷ്യ, തായ്ലാൻഡ് പോയി. 2014 ഞാൻ ദുബായ്, അബുദാബി പോയി. 15 യൂറോപ്പ് ഹസ്ബൻഡും ഞാനും കൂടി പോയി. 16
ഞാൻ ബാങ്കോ പട്ടായ പോയി, 17 മോസ്കോ റഷ്യ എന്ന് പറയുന്നിടത്ത് പോയി. അതുകൂടാതെ 2018 സ്റ്റാർ ക്രൂസ് ഇപ്പൊ ക്വാളിഫൈഡ് ആയിരിക്കുന്നു. 2018 തന്നെ ദുബായ് പോകാൻ സാധിച്ചു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു കടം കംപ്ലീറ്റ് തീർത്ത്. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ മക്കളുടെ വിവാഹം. അത് ആഡംബരമായിട്ട് എനിക്ക് നടത്താൻ പറ്റി. അതുകൂടാതെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം 104 എന്ന് പറയുന്ന ചെക്ക് എനിക്ക് 3,75,000 കൊണ്ടുപോകാൻ സാധിച്ചു. എന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എന്റെ ടൈറ്റില് ഓരോന്ന് കടന്നു പിടിക്കുക, അത് ചാടിപ്പിടിക്കുക. അത് എങ്ങനെ ചെയ്യണം? ഞാൻ ഏറ്റവും കൂടുതൽ സ്വപ്നം കണ്ടിരുന്ന സുരേഖ മേഡത്തിനെയായിരുന്നു. കേരളത്തിലെ ഒരു സുരേഖ മേഡമായിട്ട് മാറണം എന്നൊരു ആഗ്രഹത്തോടു കൂടി ഞാൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് എനിക്ക് 2018 ഡിസംബർ 29 GBD എന്ന് പറഞ്ഞ അച്ചീവ്മെന്റിലേക്ക് കയറാൻ സാധിച്ചത്. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട്